തൃശൂർ മണലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാഞ്ഞാണി ശാഖയിൽ നിന്ന് 17 കിലോ പണയ സ്വർണം മോഷണം പോയി 2 പതിറ്റാണ്ടോളമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി. 19 വർഷം മുമ്പ് നടന്ന കവർച്ചയിൽ നിരവധി പേരുടെ പണയ സ്വർണമാണ് നഷ്ടമായത്. ഇൻഷുറൻസ് തുക ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കിയുള്ള ഇടപാടുകാരുടെ ബാധ്യത തീർക്കുമെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. 2006 കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മണലൂർ സഹകരണ ബാങ്കിൽ കവർച്ച നടക്കുന്നത്. ബാങ്ക് കെട്ടിടത്തിന്റെ പിൻഭാഗം തുറന്ന അകത്ത് കയറിയ മോഷ്ടാക്കൾ ലോക്കർ പൊളിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയത്. ഇടപാടുകാർ പണയം വെച്ച 2097 പവനാണ് നഷ്ടമായത്. കുറെ പേർക്ക് 6 മാസത്തിനകം ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം നഷ്ടപ്പെട്ട സ്വർണത്തിന് പണം തിരികെ നൽകി. എന്നാൽ ഉപാധികൾ അംഗീകരിക്കാത്ത 14 പേർ ബാങ്കിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. പലർക്കും തങ്ങളുടെ കെട്ടുതാലിയടക്കം നഷ്ടമായി. ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നുമായി കടമെടുത്ത് പണയം വെച്ച സ്വർണം നഷ്ടമായെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പണ്ടങ്ങൾ ഇവിടെ മണലൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെക്കുന്നുണ്ടായി. ഈ ഏകദേശം 23 രണ്ടാൾക്കും കൂടി ഏകദേശം 23.5 പവനോളം പണ്ടം കൊണ്ട് പണയം വെച്ചു. അവിടുന്ന് കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ മണലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ പണ്ടം ഒന്നിച്ച് കളവ് പോയി. തൃശൂർ കൺസ്യൂമർ ഫോറം മുൻപാകെ പരാതി നൽകിയതിനെ തുടർന്ന് പണയസംഖ്യ നൽകിയ ദിവസത്തെ വില കണക്കാക്കി ഇടപാടുകാർക്ക് പണം തിരികെ നൽകാൻ വിധി വരികയും ഇതിനെതിരെ ബാങ്ക് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ മുൻപാകെ അപ്പീൽ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അപ്പീൽ തള്ളിക്കൊണ്ട് ഇടപാടുകാർക്ക് തുക നൽകാനായിരുന്നു ഉത്തരവ്. ഈ വർഷം മാർച്ചിൽ സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് പരാതിക്കാർക്ക് സംഖ്യ നൽകാനും കോടതി ഉത്തരവ് വന്നു. എന്നാൽ വിധി വന്ന 1.5 മാസം കഴിഞ്ഞിട്ടും പണം നൽകാൻ ബാങ്ക് തയ്യാറാകാത്തതോടെ ഇടപാടുകാർ സമരത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഒന്നും ലഭിച്ചില്ല. ലഭിക്കാതെ തുടർന്ന് ഞങ്ങൾ അയ്യന്തോൾ കൺസ്യൂമർ ഫോറത്തിൽ കേസ് കൊടുത്തു. തൃശ്ശൂർ അയ്യന്തോൾ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയായി. ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് അന്നത്തെ വില കണക്കാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിധിയായി. അതേസമയം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും തുക ലഭിച്ചാൽ ബാക്കിയുള്ള ഇടപാടുകാരുടെ ബാധ്യത തീർക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് PS പ്രസാദ് പറഞ്ഞു. നാഷണൽ ഫോറത്തിൽ നടന്നു വന്നിരുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ബാങ്കിന് ഇൻഷുറൻസ് തുക നൽകാൻ വിധിച്ചിട്ടുണ്ടെന്നും പ്രസാദ് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുപോയ സ്വർണത്തിന് ലഭിക്കേണ്ടതായ ഇൻഷുറൻസ് സംഖ്യ കിട്ടുന്നതിനായി നാഷണൽ ഫോറത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടെ കിട്ടുന്ന മുറയ്ക്ക് കൊടുക്കാനുള്ള ഇൻഷുറൻസ് സംഖ്യ കിട്ടുന്ന മുറയ്ക്ക് കൊടുത്തു തീർക്കുന്നതായിരിക്കും. ഇടപാടുകാരുടെ ബാധ്യത തീർക്കാതെ ഇപ്പോഴുള്ള ബാങ്കിന് സമീപം കോടികൾ ചിലവഴിച്ച മണലൂർ സഹകരണ ബാങ്കിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിൽ ഇവർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. പണം ഉടൻ ലഭിച്ചില്ലെങ്കിൽ സമരമാർഗം സ്വീകരിക്കുമെന്ന് സ്വർണ്ണ നഷ്ടമായ ഇടപാടുകാർ പറഞ്ഞു. കൺസ്യൂമർ ഫോറത്തിന്റെ ഉത്തരവ് ലഭിച്ചിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഇടപാടുകാർ പറയുന്നു. എൻ്റെ അമ്മയാണ് സ്വർണം വെച്ചത്. 14 ചില്ലാനം പവനും വെച്ചു. എൻ്റെ ഇളയമേരാണ് സ്വർണം. അത് ഞങ്ങൾ എടുത്തു കൊടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ സ്വർണം 11 പവനും 2 ഗ്രാമും ഉണ്ട്. അതിൽ താലിമാലുണ്ട്, പിന്നെ മക്കളുടെ മാലകളുണ്ട്, പാദസരമുണ്ട്, വളകളുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങളത് പൈസ തിരിച്ച് തരാൻ പറയും. കുറേ കാലമായി ഇതിന് പുറകെ നടക്കുന്നു. ഇതുവരെ ഒരു തീരുമാനം കോടതി വിധി വന്നിട്ടും അവരതിന് അനുകൂലമായിട്ടൊന്നും ചെയ്യുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നു. ഹരീഷ്, പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പലർക്കും ഇപ്പോഴും അവരുടെ സ്വർണം തിരിച്ചു കെട്ടിയിട്ടില്ല. ഇതിൽ എന്ത് നടപടി സ്വീകരിക്കണം, അടിയന്തരമായി എന്ത് പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്? ഒപ്പം തന്നെ ഈ ബാങ്ക് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്തൊക്കെയാണ്? തൃശൂർ മണലൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് 2006 ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. ഏകദേശം 2000-ന് മുകളിൽ പവനാണ് ആ ഒരു സമയത്ത് മോഷണം പോയത്. നിരവധി ഇടപാടുകാരുടെ സ്വർണം അന്ന് നഷ്ടമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ബാങ്ക് ഇവർക്ക് ആ ബാങ്കിൻ്റെ ചില ഉപാധികളോടുകൂടി തന്നെ ആ പണം തിരികെ നൽകാമെന്നുള്ളൊരു കരാർ വയ്ക്കുകയുണ്ടായി. എന്നാൽ പലരും അത് അംഗീകരിച്ചെങ്കിലും ഏകദേശം 14 പേർ അതിന് എതിരായിരുന്നു. അവർ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ കൺസ്യൂമർ ഫോറത്തിൽ ഇവർ പരാതി നൽകുകയും അത്തരത്തിൽ ഇവർക്ക് ആ ഒരു നഷ്ടപ്പെട്ട പണത്തിൻ്റെ തുക അല്ലെങ്കിൽ നഷ്ടപരിഹാരം വേണമെന്നുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഈ കൺസ്യൂമർ ഫോറത്തിൽ ഈ ബാങ്ക് അപ്പീൽ പോയിരുന്നു. പക്ഷേ ഈ അപ്പീൽ തള്ളിക്കൊണ്ടാണ് കൺസ്യൂമർ ഫോറം ഇവർക്ക് ഇന്നത്തെ ഈ സ്വർണത്തിൻ്റെ വില അനുസരിച്ച് ഈ ഒരു മാർച്ച് മാസത്തോടുകൂടി ഇന്നത്തെ സ്വർണത്തിൻ്റെ വില അനുസരിച്ചുള്ള നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കണമെന്നുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഈ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർക്ക്
ആ ഒരു കൃത്യമായ രീതിയിലുള്ള പൈസ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സമരമുഖത്തേക്ക് ഇറങ്ങുകയാണെന്നുള്ളത്. ഏറ്റവും പ്രധാന കാര്യം, ഇത്രയും പണം ലഭിക്കാനിരിക്കെ ബാങ്കിൻ്റെ മറ്റൊരു പുതിയ കെട്ടിടം അവിടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു അമർഷം ഈ ഒരു ഇടപാടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് ആ പണം ലഭിക്കണം എന്നുള്ളൊരു ആവശ്യം ശക്തമാവുകയാണ്. ശരി, തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.